we can see that writing task. Question, writing task using the information given in the case note. Write a letter of referral to the admitting officer at the emergency department, Newton Hospital. Okay. സോ എല്ലാവർക്കും ആദ്യം തന്നെ എല്ലാവർക്കും ഐഡിയ കാണും, നമ്മൾ ഒരു ലെറ്റർ നമ്മുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കണമെന്നുള്ളത്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ നമ്മൾ ആദ്യം വായിക്കേണ്ടത് നമ്മുടെ റൈറ്റിംഗ് ടാസ്ക്. കാരണം നമുക്ക് അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് ആദ്യം, അതാണ് നമ്മൾ നോക്കേണ്ടത്. അതിലാദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് എ ലെറ്റർ ഓഫ് റെഫറൽ ടു ദി അഡ്മിറ്റിംഗ് ഓഫീസർ. ഒരു അഡ്മിറ്റിംഗ് ഓഫീസറിനാണ് നമ്മൾ ഈ ലെറ്റർ എഴുതുന്നത്. ടു ദി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക്. നമ്മുടെ കയ്യിൽ ഒരു റൈറ്റിംഗ് ടാസ്ക് കിട്ടുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടു ഹൂം വി ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് ലെറ്റർ. അത് നമുക്ക് കിട്ടി, അഡ്മിറ്റിംഗ് ഓഫീസറിനാണ്. ദെൻ ഏത് ഏരിയയിലേക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തമ്മിൽ തന്നെ നമുക്ക് കിട്ടിയപ്പോൾ മനസ്സിലായി അഡ്മിറ്റിംഗ് ഓഫീസർ, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്. എമർജൻസി എന്ന് പറയുന്ന ഒരു അർജന്റായിട്ടുള്ളൊരു കെയറിന് വേണ്ടിയിട്ട് നമ്മൾ വിടുക പേഷ്യൻറ്റിനെ, പേഷ്യൻറ്റിനെ നമ്മളൊരു അർജന്റ് കെയറിന് വേണ്ടിയിട്ട് വിടുന്നൊരു പ്ലേസാണ്. അപ്പോൾ ഒരു അർജന്റ് റെഫറൽ ലെറ്റർ എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ. ദെൻ അഡ്മിറ്റിംഗ് ഓഫീസറിന് അതിൻ്റെ അർത്ഥം എന്താ? അഡ്മിറ്റിംഗ് ഓഫീസറിനെന്ന് വെച്ചാൽ മെയിനായിട്ട് അവർ ചിലപ്പോൾ ഡയറക്റ്റ്ലി അതിൽ അഡ്മിഷൻ്റെ കാര്യം മെൻഷൻ ചെയ്യണമെന്നില്ല, ഇൻഡയറക്ട്ലി കൊടുത്തിരിക്കുന്നതായിരിക്കാം ഫോർ അഡ്മിഷൻ. ദെൻ വേറെ മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ വിട്ടുപോകുന്നൊരു കാര്യമാണ് എന്താ, ഒരു മെഡിക്കൽ പ്രൊഫഷണൽ ആണോ ഒരു നോൺ മെഡിക്കൽ പ്രൊഫഷണലിനാണോ നമ്മൾ ലെറ്റർ എഴുതുന്നതെന്നുള്ളൊരു കാര്യം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. ക്വസ്റ്റ്യൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, എല്ലാവരും അത് നോക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. നമ്മൾ ഈച്ച് ആൻഡ് എവരി പോയിന്റ് ഇതിൽ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അതുകൊണ്ട് ക്വസ്റ്റ്യൻ ലേറ്റായി കിട്ടിയവരൊക്കെ അത് നോക്കുക. ഓക്കെ. സോ അപ്പോൾ നമുക്ക് എന്താ, ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു അഡ്മിറ്റിംഗ് ഓഫീസറിന് ലെറ്റർ എഴുതുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ ഒരു എമർജൻസി അഡ്മിഷൻ ആണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ദെൻ വേറെ പ്രത്യേകിച്ചുള്ള ഒരു പർപ്പസ് ഓഫ് റൈറ്റിംഗ് ഇതിൽ ഈ ഒരു റൈറ്റിംഗ് ടാസ്കിൽ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ഒരിക്കലും ഒരു നിർബന്ധവും ഇല്ല റൈറ്റിംഗ് ടാസ്കിൽ ഡയറക്റ്റ്ലി അവർ പർപ്പസ് ഓഫ് റൈറ്റിംഗ് മെൻഷൻ ചെയ്യണമെന്ന്. പക്ഷെ ഇതിൽ നിന്ന് നമുക്ക് മെയിനായിട്ടുള്ള വേറൊരു പർപ്പസ് കിട്ടിയിട്ടുണ്ട്. ഏതാ? എമർജൻസി അഡ്മിഷന് വേണ്ടിയിട്ട് എഴുതുന്ന ലെറ്റർ ആണെന്ന്. ഓക്കെ. ദെൻ നമുക്ക് ലെറ്ററിലേക്ക് പോവാം. പേഷ്യൻ സാലി മക്കൂൺവില്ലെ, ഏജ്ഡ് 38, ഓക്യുപ്പേഷൻ അഡ്മിനിസ്ട്രേറ്റർ ആണ് കൊടുത്തിട്ടുണ്ട്. മരീറ്റൽ സ്റ്റാറ്റസ് സിംഗിൾ ആണ്. നമ്മൾ ഈ റെലവൻറ്റ്, ഇറലവൻറ്റ്, സെമി റെലവൻറ്റ് പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ആർക്ക് ലെറ്റർ എഴുതുന്നതെന്ന് നോക്കിയും അത് എന്തിനു വേണ്ടിയിട്ട് എഴുതുന്നതെന്ന് നോക്കിയും വേണം നമ്മളത് ഐഡന്റിഫൈ ചെയ്യണം. എല്ലാവർക്കും അറിയാം, ലാസ്റ്റ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, ഈ 5 minutes ഓഫ് റീഡിങ്ങിൽ നമുക്ക് എന്താ പെന്നോ പെൻസിലോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു 5 minutes നമ്മൾ വായിക്കേണ്ടത് നമ്മൾ പോയിന്റുകൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ മനസ്സിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം ആർക്കാണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെന്ന് നോക്കിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ നോക്കുക, ഈ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലെറ്റർ എഴുതുന്നതിന് വേണ്ടിയിട്ട് ഈ പേഷ്യൻ്റ് ഒരു അഡ്മിനിസ്ട്രേറ്റർ ആണെന്നോ സിംഗിൾ ആണെന്നോ പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു വട്ടം ലെറ്റർ വായിച്ചാൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാവത്തില്ല അല്ലേ. പകരം എത്ര വട്ടം നമ്മൾ വായിക്കണം? ഒരു മിനിമം 3 times എങ്കിലും വായിക്കണം. ഇപ്പോൾ ഒരു വട്ടം വായിച്ചു, മനസ്സിലായില്ല, പോട്ടെ, കുഴപ്പമില്ല. സെക്കൻഡ് ടൈം വായിക്കുക, അപ്പോഴും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ 3rd time വായിക്കാം. ഇനി 3 വട്ടം വായിച്ച് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നെക്സ്റ്റ് ടൈം പിന്നെയും 5 minutes കഴിഞ്ഞാലും പിന്നെയും വായിക്കുക. കാരണം വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ലെറ്റർ എന്താ നമുക്ക് മനസ്സിലാകത്തുള്ളൂ, നമുക്കത് എഴുതാനും മനസ്സിലാകത്തുള്ളൂ. ഓക്കെ. സോ പേഷ്യൻ്റ് ഹിസ്റ്ററി കൊടുത്തിട്ടുണ്ട് നമുക്ക്. പാസ്റ്റ് ഹിസ്റ്ററി: ആസ്മ, ഹൈപ്പർ ടെൻഷൻ, കോളിസിസ്റ്റക്ടമി, ആംഗിൾ ഫ്രാക്ചർ, ഡിപ്രഷൻ, ആൻഡ് ഷീ ഈസ് നോൺ സ്മോക്കർ. Then about medications, she is taking Tamiflu 2.5 mg daily, paroxetine 20 mg daily, then fluticasone 252 puff daily, then Vendolin or salbutamol 2 puff if required. അതിൽ Vendolin കൊടുത്തിരിക്കുന്നത് if required എന്ന്. if required എന്ന് വെച്ചാൽ എന്താ? ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. അലർജി: she has no allergies. Then ഡേറ്റ്, ഈ ലെറ്ററിൽ നമുക്ക് മൂന്ന് ഡേറ്റ് മെയിനായിട്ടും കൊടുത്തിട്ടുണ്ട്. 10/9/2014,
then 12/9/2014, then 13/9/2014. So we can read first 10/9/2014. Patient has history, 2-day history of runny nose, cough, productive of yellow sputum, slight fever, VC, but not short of breath. Asthma usually well controlled on preventer. Preventer ആയിട്ട് യൂസ് ചെയ്യുന്ന മെഡിക്കേഷൻ ആണ് ഏതാ? ഫ്ലൂട്ടിക്കസോൺ 2 puff ഡെയിലി, അതായത് റെഗുലർ ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന മെഡിക്കേഷൻ ആണ് ഈ ഫ്ലൂട്ടിക്കസോൺ എന്ന് പറയുന്നത് അല്ലേ. ദെൻ നമ്മുടെ ഫെസിലിറ്റിയിൽ വന്നു, പേഷ്യൻ്റ് പറഞ്ഞു എനിക്ക് ഇന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്, 2 days ആയിട്ട് ഹിസ്റ്ററി ഓഫ് റെനിനോസ് ഉണ്ട്, പ്രൊഡക്റ്റീവ് കഫ് വിത്ത് യെല്ലോ സ്പ്യൂട്ടം ഉണ്ട്, സ്ലൈറ്റ് ഫീവർ ഉണ്ട്, വീസിങ് ഉണ്ട്, പക്ഷെ എന്തില്ല, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് പേഷ്യൻറ്റിന് ഇല്ല. പിന്നെ പേഷ്യൻ്റെ ഇത് പ്രിവെൻറ്റർ യൂസിലൂടെ, അതായത് ഫ്ലൂട്ടിക്കസോണിൻ്റെ യൂസിലൂടെ ആയിരുന്നു പേഷ്യൻ്റ് എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ അബൌട്ട് ദി എക്സാമിനേഷൻ, വാട്ട് വി ഡൺ ഹിയർ അല്ലേ, നമ്മുടെ ഫെസിലിറ്റിയിൽ നമ്മൾ പേഷ്യൻ്റ് എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫെസിലിറ്റിയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു. ടെമ്പറേച്ചർ 37.5, പൾസ് 82, BP 120/80 mmHg, then respiratory rate is given. There is no abnormalities in vital signs അല്ലേ. then temperature 37.5 ഉണ്ട്. then obvious nasal congestion ഉണ്ട് പേഷ്യൻറ്റിന്, throat red, ears normal, no increased work of breathing, no accessory muscle use, chest scattered wheeze and no crepitations. ഇതെല്ലാം നമ്മുടെ എക്സാമിനേഷൻ ഫൈൻഡിങ്സ് ആണ്. then ഇത്രയും കാര്യങ്ങൾ നമ്മൾ അസസ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ അസസ്മെൻറ്റ് എന്താണെന്ന് കൊടുത്തിരിക്കേണ്ടത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ ഒരിക്കലും നമ്മൾ ഡയഗ്നോസിസ് അല്ല പറഞ്ഞിരിക്കുന്നത്, നമ്മൾ ചെയ്ത അസസ്മെൻറ്റിൻ്റെ റിപ്പോർട്ട് എന്തെന്ന് അല്ലേ. വൈറൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ആൻഡ് ഇൻഫെക്റ്റീവ് എക്സാസെർബേഷൻ ഓഫ് ആസ്മ. വൈറൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ട് പേഷ്യൻറ്റിന്. രണ്ടാമത് എന്താ, ഇൻഫെക്റ്റീവ് എക്സാസെർബേഷൻ ഓഫ് ആസ്മ. എക്സാസെർബേഷൻ എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ. ദെൻ എക്സാസെർബേഷൻ ഓഫ് ആസ്മ എന്ന് വെച്ചാൽ ഒരു പുതിയ കണ്ടീഷൻ ഉണ്ടായിട്ട് വന്നതല്ല, ഉള്ളത് കൂടിയിട്ട് വന്ന അല്ലെ, വേഴ്സൺ ആയത് ആ ഒരു കണ്ടീഷൻ. അപ്പോൾ അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതിൻ്റെ മാനേജ്മെൻറ്റായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്, വെൻഡോളിൻ 2 puff 4th hourly, ദെൻ കണ്ടിന്യൂ പ്രിവെൻറ്റർ. അവിടെ നമ്മൾ പുതുതായിട്ട് ഏതെങ്കിലും മെഡിക്കേഷൻ നമ്മൾ അവിടെ പേഷ്യൻറ്റിന് കൊടുത്തോ? ഇല്ല. അവിടെ എന്താ ചെയ്തത്, patient was advised to continue to increase her frequency of Vendolin. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. നിങ്ങൾ നേരത്തെ ആദ്യം നമ്മൾ വായിച്ചതിൽ കണ്ടതല്ലേ, വെൻഡോളിൻ പേഷ്യൻറ്റിനോട് 2 puff ഈ ഫ്രീക്വഡ് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ ഫ്രീക്വൻസി പേഷ്യൻറ്റിന് 4th hourly ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ദെൻ എന്താ, പ്രിവെൻറ്ററായിട്ട് യൂസ് ചെയ്ത മെഡിക്കേഷൻ ഏതാ, ഫ്ലൂട്ടിക്കസോൺ, അത് കണ്ടിന്യൂ ചെയ്യാനും പറഞ്ഞു. then medical certificate given for work, then review as required. നമ്മൾ ഈ ലെറ്ററിൽ കൊടുത്തിരിക്കുന്ന എല്ലാ പോയിന്റും നമ്മൾ എന്താ, ഈച്ച് ആൻഡ് എവറി പോയിന്റ് നമ്മൾ വായിച്ചിരിക്കണം, അല്ലെങ്കിൽ അത് നോക്കണ്ട, അതിങ്ങനെ അങ്ങനെ അത് ശ്രദ്ധിക്കാതെ പോകരുത്. ഈ 3 times വായിക്കണമെന്ന് നിങ്ങളോട് പറയുന്നതിൻ്റെ കാരണം, ഒരു രണ്ടാമത്തെ വട്ടമോ മൂന്നാമത്തെ വട്ടമോ വായിക്കുമ്പോഴായിരിക്കും നമ്മൾ കുറച്ചുകൂടെ അതിൽ നമ്മുടെ കണ്ണ് പതിക്കുന്നത്. ഓക്കെ, റിവ്യൂ ആസ് റിക്വേർഡ്. നമ്മൾ കൂടുതലും പേര് ഒരുപാട് ലെറ്റേഴ്സിൽ കണ്ടിട്ടുള്ളൊരു തെറ്റാണ്, നമ്മൾ സിമ്പിളായിട്ട് വിടുന്നതാണ്, പക്ഷേ അത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. റിവ്യൂ ആസ് റിക്വേർഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലരും ലെറ്റർ എഴുതുമ്പോൾ ഡ്യൂറിങ് സ്കെഡ്യൂൾഡ് വിസിറ്റ് എന്ന് പറയാറുണ്ട്. സ്കെഡ്യൂൾ ചെയ്തൊരു വിസിറ്റാണോ അത്? അല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേഷ്യൻറ്റിനോട് നമ്മൾ പറഞ്ഞ ആവശ്യമുണ്ടെങ്കിൽ മാത്രം പേഷ്യൻ്റ് വന്നാൽ മതി. ദെൻ അബൌട്ട് 12/9/2014, ആഫ്റ്റർ 2 days. ഹിസ്റ്ററി, ഇൻക്രീസിങ് ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്. നേരത്തെ ഇല്ലാതിരുന്നൊരു കംപ്ലയിൻ്റ് ആ പേഷ്യൻറ്റിന് ഇപ്പോൾ വന്നത്. നേരത്തെ നോ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് എന്ന് പറഞ്ഞു, ഇപ്പോൾ എന്ത് പറ്റി, ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് ഇൻക്രീസ് ആയിട്ടുണ്ട്. വീസ് ഓവർ ലാസ്റ്റ് 24 hours, then feeling feverish at times, minimal yellow sputum and short of breath on minimal exertion. Then again about the examination, temperature 38, increase അല്ലേ, കൂടിയിട്ടുണ്ട്. Then pulse 95, BP 120/80 mmHg, respiratory rate is 16, then throat red, ears normal, mildly increased work of breathing, chest widespread wheeze, no crepitations. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യണം നമ്മുടെ പ്രീവിയസ് എക്സാമിനേഷനും ഇപ്പോൾ അതിന് ശേഷമുള്ള എക്സാമിനേഷനും എല്ലാം നമ്മൾ കമ്പയർ ചെയ്ത് നോക്കണം. അവിടെ മുന്നേ ഇല്ലാതിരുന്ന എന്ത് കാര്യമാണ് ഇപ്പോൾ പേഷ്യൻറ്റിന് ഉള്ളതെന്ന്. അപ്പോൾ നമുക്ക് ആ കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും, ഒരുപാട് റെപ്പിറ്റീഷൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലേ.
വീണ്ടും നമ്മുടെ അസസ്മെന്റിൽ കൊടുത്തിരിക്കുന്നത് ഇൻഫെക്റ്റീവ് എക്സോസർബേഷൻ ഓഫ് ആസ്മ സിംറ്റംസ് വേഴ്സൺ. അവിടെ വന്നിരിക്കുന്ന എന്താ, വീണ്ടും ഈ ആസ്മയുടെ കണ്ടീഷൻ, ആസ്മ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വീണ്ടും വേഴ്സൺ ആയിട്ടുണ്ട്. ആ സിംറ്റംസ് അവിടെ വീണ്ടും വേഴ്സൺ ആയിട്ടുണ്ട്. സോ therefore the treatment was given. ഏതൊക്കെ ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്? അമോക്സിസിലിൻ 500 mg 3 times daily, prednisolone 25 mg daily for 3 days. Then continue previous management. നമ്മൾ കൊടുത്തിരിക്കുന്ന 10/9/2014 വന്ന കൊടുത്തിരുന്ന മാനേജ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ അവിടെ പുതുതായിട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിൻ്റെ കൂടെ ഇപ്പം ന്യൂ നമ്മൾ കൊടുത്തിരിക്കുന്ന മെഡിക്കേഷൻ അമോക്സിസിലിൻ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നെക്സ്റ്റ് ഡേയിൽ തന്നെയാണ് പേഷ്യൻ്റ് പിന്നെ വന്നിരിക്കുന്നത് അല്ലേ? 39/2014 അവിടെ ഒരു 2 ടൈം കൊടുത്തിട്ടുണ്ട്. മോർണിംഗിൽ തന്നെ 10:30 AM ആൻഡ് 10:45 AM. സോ ഇത് ഇന്നത്തെ ടുഡേയ്സ് ഡേറ്റ് 10:30 AMൻ്റെ ഹിസ്റ്ററിയിൽ മോർ ഷോർട്ട് ഓഫ് ബ്രെത്ത് ടുഡേ ഡെസ്പൈറ്റ് പ്രെഡ്നിസോളൻ ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. നമ്മൾ 12/9/2014 സ്റ്റാർട്ട് ചെയ്ത മെഡിക്കേഷൻ ഇവിടെ തീർന്നിട്ടില്ല, 3 ഡേയ്സിലേക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ ആ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടെങ്കിൽ പോലും പേഷ്യൻറ്റിന് എന്തുണ്ട്, ഫീലിംഗ് ഫീവറിഷ് ആൻഡ് അൺവെൽ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ നോട്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനും നമ്മുടെ ലെറ്റർ റൈറ്റിംഗ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. ഈ റീഡിങ്ങിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത് പ്രോപ്പറായിട്ട് റീഡ് ചെയ്യുക. ഓക്കെ. ദെൻ അബൌട്ട് എക്സാമിനേഷൻസ്, ഷോർട്ട് ഓഫ് ബ്രെത്ത് ഉണ്ട് അറ്റ് റെസ്റ്റ്, റെസ്പിറേറ്ററി റേറ്റ് 25 ആയിട്ടുണ്ട്, ഇൻക്രീസ് ആയിട്ടുണ്ട്. Obvious accessory muscle use and increased work of breathing, pulse 112, BP 100/65, temperature 37.7, then chest exam, widespread B's and vibration crepitations. Assessment acute asthma, suspected pneumonia. So here we just want to identify എന്താ അസസ്മെന്റിൽ അവിടെ അക്യൂട്ട് ആസ്മയുടെ കൂടെ പുതുതായിട്ടൊരു കണ്ടീഷനും കൂടി നമുക്ക് വന്നിട്ടുണ്ട്. എന്താ, ഒരു ക്വയറി ഇട്ടുകൊണ്ട് ന്യൂമോണിയ ആണോ, ഡൗട്ട്ഫുള്ളാണ് അല്ലേ, ന്യൂമോണിയ ആണോ എന്നുള്ളൊരു കാര്യം നമ്മളവിടെ ഡൗട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സസ്പെക്ട് ചെയ്യാമെന്ന് നമുക്ക് പറയാം. സോ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വെൻഡോളിൻ നെബ്യൂൾസ് കൊടുത്തു, ഓർ സാൽബിറ്റാമോൾ 5 mg. ദെൻ റിവ്യൂവിന് പറഞ്ഞു. ആ ഒരു റിവ്യൂ കഴിഞ്ഞുള്ളൊരു ടൈം അവിടെ 10:45 AM കൊടുത്തിരിക്കുന്നത്. നോ ഇംപ്രൂവ്മെൻറ്റ്. പേഷ്യൻറ്റിന് എന്തില്ല, ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല. സ്റ്റിൽ ഒബ്വിയസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്. അതെങ്ങനെ നമുക്ക് എവിഡൻസ് ആയത്, നമ്മുടെ എവിഡൻസ് എന്തോ അതില്ല. പേഷ്യൻറ്റിന് ഇപ്പോഴും ആ ഒരു വെൻഡോളിൻ നെബ്യൂൾസ് കൊടുത്തിട്ട് പോലും പേഷ്യൻറ്റിന് സ്റ്റിൽ ഒബ്വിയസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഉണ്ട്. റെഫർ ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ അക്യൂട്ട് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, സസ്പെക്റ്റഡ് ന്യൂമോണിയ. ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഒരു കാര്യം അങ്ങനെ, റെഫർ ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ അക്യൂട്ട് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ സസ്പെക്റ്റഡ് ന്യൂമോണിയ. സോ ഈ ഒരു ലെറ്റർ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തോന്നുന്നൊരു ഇൻട്രൊഡക്ഷൻ എങ്ങനെയാണ് ഇതിൻ്റെ? ജസ്റ്റ് നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. കാരണം നിങ്ങളുടെയും കൂടെ ഒരു ഐഡിയ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചെന്നുള്ളൊരു കാര്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ എഴുതാം നമുക്കിതിൻ്റെ ഇൻട്രൊഡക്ഷൻ? ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ റൈറ്റിംഗ് ടാസ്കിൽ കൊടുത്തിട്ടുണ്ട്. വി ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു എ അഡ്മിറ്റിംഗ് ഓഫീസർ ടു എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വി നീഡ് ടു ഐഡൻറ്റിഫൈ ദാറ്റ് വി ആർ ഗോയിങ് ടു റൈറ്റ് ദിസ് ലെറ്റർ ടു എ അഡ്മിറ്റിംഗ് ഓഫീസർ ഫോർ അർജൻറ്റ് അഡ്മിഷൻ. ഇത് നമ്മളവിടെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതായിരിക്കണം നമ്മളുടെ ഫസ്റ്റ് കാര്യം. ദെൻ നെക്സ്റ്റ് വൺ, ആ ഒരു അർജൻറ്റ് അഡ്മിഷൻ കൊണ്ട് മാത്രം നമുക്കവിടെ നമ്മുടെ പർപ്പസ് ഓഫ് റൈറ്റിംഗ് നമുക്കവിടെ പറയാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? യെസ്, ഫോർ എമർജൻസി അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ്. ഒരാൾ പറഞ്ഞിട്ടുണ്ട് ഫോർ എമർജൻസി അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്കതൊക്കെ നോക്കാം. നമുക്ക് എങ്ങനെ, നമ്മളെപ്പോഴും OET റൈറ്റിങ്ങിൽ നമ്മുടെ സ്കോർ പോകുന്നതും അതിന് നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടതും എത്രമാത്രം ക്ലാരിറ്റിയിൽ നമ്മുടെ ലെറ്റർ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ്. അവർ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡയറക്റ്റായിട്ട് ആ പർപ്പസും നമ്മൾ പറയുക. ഇപ്പോൾ ഇവിടെ റൈറ്റിംഗ് ടാസ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അർജൻറ്റ് അഡ്മിഷൻ. നമുക്ക് ലെറ്റർ വായിച്ചപ്പോൾ മനസ്സിലായി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ അക്യൂട്ട് മാനേജ്മെൻറ്റ് ആൻഡ്
ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ടാണ് വിടുന്നതെന്ന് ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, എമർജൻസി അസസ്മെൻറ്റ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന്. ഓക്കെ, അത് നമുക്ക് പറയാം. ഇപ്പോൾ അസസ്മെൻറ്റിന് ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ്, അപ്പോൾ എഴുതിയിരിക്കുന്ന അസസ്മെൻറ്റ്. ഇറ്റ് ഈസ് ബെറ്റർ വാട്ട് ദേ ഹാവ് ഗീവൺ ഇൻ ദിസ് ലെറ്റർ. ജസ്റ്റ് നമ്മൾ അതുപോലെ തന്നെ എടുത്ത് എഴുതുക. അത് വേറൊന്നും കൊണ്ടല്ല, അവർ നമുക്ക് OET-കാർ തന്നെ നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നൊരു കാര്യം, എത്രമാത്രം ക്ലാരിറ്റിയോടെ ലെറ്റർ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നിങ്ങളുടെ ലെറ്ററിൻ്റെ ക്ലാരിറ്റി കാണിക്കുന്നുണ്ട്. അത് മെയിനായിട്ടും പറഞ്ഞത് നമ്മളൊരു മെഡിക്കൽ ലെറ്ററാണ് അല്ലേ. ഈ ഒരു ലെറ്ററിനെ ബേസ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഈ ഒരു ലെറ്റർ ഒരാളുടെ കയ്യിൽ കിട്ടിയിട്ട് വേണം പേഷ്യൻറ്റിന് കെയർ സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് എത്രമാത്രം ക്ലാരിറ്റിയോടെ അവരെ അറിയിക്കാവോ അത്രമാത്രം ക്ലാരിറ്റിയോട് കൊടുക്കുക. ഇവർ ഡയറക്റ്റ്ലി നമുക്ക് തന്നിരിക്കുന്ന പർപ്പസ് അതുപോലെ നമ്മൾ എഴുതുക. അതിനെ നമ്മൾ പാരാഫ്രൈസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല സത്യത്തിൽ. സോ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ എഴുതാം, ദ പർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ലെറ്റർ എഴുതാം, ദിസ് ലെറ്റർ ഈസ് ബീയിങ് റിട്ടേൺ എഴുതാം. അങ്ങനെ പല പല ഇൻട്രൊഡക്ഷൻ ഉണ്ട്, അതൊക്കെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേതെങ്കിലും നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം എഴുതുക. എന്താ, ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റെഫർ. ഇതൊരു റെഫറൽ ലെറ്റർ ആണെന്ന് മനസ്സിലായി അല്ലേ. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ. ഓക്കെ, ദിസ് ലെറ്റർ ഈസ് ബീയിങ് റിട്ടേൺ ടു റെഫർ മിസ് Cornwille who required emergency treatment from your service following suspected pneumonia. I am writing refer Miss who needs emergency assessment and management. Okay, good. എല്ലാവരും നല്ലതുപോലെ എഴുതുന്നുണ്ട്. നമുക്കപ്പോൾ നോക്കാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റെഫർ മിസ് മക്കോൺവില്ലെ ഫോർ അർജൻറ്റ് അഡ്മിഷൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞായിരുന്നു അർജൻറ്റ് അഡ്മിഷൻ, അത് മറന്നു പോകരുത് നമ്മൾ. അവർ ഡയറക്റ്റ്ലി നമുക്ക് തരത്തില്ല, പക്ഷേ അഡ്മിറ്റിംഗ് ഓഫീസറിനാണ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ ആദ്യം പറയേണ്ടത് അർജൻറ്റ് അഡ്മിഷൻ. ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റെഫർ മിസ് മക്കോൺവില്ലെ ഫോർ അർജൻറ്റ് അഡ്മിഷൻ ടു പെർഫോം അല്ലെങ്കിൽ ടു പ്രൊവൈഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഡ്യൂ ടു അല്ലെങ്കിൽ ആസ് അല്ലെങ്കിൽ എന്താ, നിങ്ങൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡ്യൂ ടു എന്ന് എഴുതുന്നതുകൊണ്ടോ ആസ് എഴുതുന്നതുകൊണ്ടോ തെറ്റൊന്നും ഇല്ല. അത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ചിലർ നമ്മളതിൻ്റെ മീനിങ് മനസ്സിലാക്കാതെ എഴുതുന്നുണ്ട്, അതുകൊണ്ടാണ്. അല്ലാതെ അതൊന്നും യൂസ് ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. ഡ്യൂ ടു ഷീ ഹാസ് എന്ത് കണ്ടീഷനാണെന്നുള്ള കാര്യം നോക്കുക. അവിടെ ആസ്മയ്ക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ വിടുന്നത്, ന്യൂമോണിയയ്ക്ക് വേണ്ടിയിട്ടാണോ നമ്മൾ എഴുതുന്നത്. മിസ് മക്കോൺവില്ലെ ഈസ് ബീയിങ് റെഫേർഡ്. ബീയിങ് റെഫേർഡ് നമുക്ക് പറയാൻ കുഴപ്പമൊന്നുമില്ല, അത് കുറച്ചുകൂടെ ബെറ്റർ ആണ്. കാരണം നമ്മൾ അവിടെ ഈ ഐ ആം റൈറ്റിംഗ് എന്ന് ജസ്റ്റ് പറയുന്നതിനേക്കാളും നല്ലത് എന്താ, മിസ് മക്കോൺവില്ലെ ഈസ് ബീയിങ് റെഫേർഡ് ടു യുവർ ഫെസിലിറ്റി ഫോർ അർജൻറ്റ് അഡ്മിഷൻ ടു പെർഫോം ഇൻവെസ്റ്റിഗേഷൻ ആണോ ഇൻവെസ്റ്റിഗേഷൻസ് ആണോ എന്ന് നോക്കുക. ഒരു എസ് മാറിയാലും നമ്മുടെ ബാൻഡ് അവിടെ പോകും, നമ്മുടെ ഒബ്സർവേഷൻ അവിടെ അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഫോർ സസ്പെക്റ്റഡ് ന്യൂമോണിയ. അവിടെ നമ്മൾ ഒരിക്കലും ആസ്മയ്ക്ക് വേണ്ടിയിട്ടല്ല പേഷ്യൻറ്റിനെ വിടുന്നത്. കാരണം ആസ്മ വേഴ്സനായി ഇപ്പം നമ്മൾ സസ്പെക്റ്റ് ചെയ്യുന്നത് പേഷ്യൻറ്റിന് ന്യൂമോണിയ ആയെന്ന അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ന്യൂമോണിയ. ഒരുപാട് പേർക്ക് മിസ്റ്റേക്ക് വരുന്നൊരു പാർട്ടായത്. കാരണം നമ്മൾ വായിച്ചെല്ലാം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും നമ്മുടെ മെയിനായിട്ടുള്ള കണ്ടീഷൻ നമ്മളങ്ങ് മറന്നു പോകും. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇൻട്രൊഡക്ഷൻ. ദിസ് ലെറ്റർ ഈസ് ബീയിങ് റിട്ടേൺ അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റെഫർ മിസ് മക്കോൺവില്ലെ for urgent admission to provide investigation and management due to അല്ലെങ്കിൽ as she is suspected to have പറയാം, അല്ലെങ്കിൽ as she is suspected with pneumonia പറയാം. I think all of you understand about introduction. Then നമ്മൾ ഇനി ഡീൽ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പാരഗ്രാഫ്. അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം, എനിക്ക് എന്ത് പറ്റുന്നില്ല, ഓർഗനൈസേഷൻ ശരിയാവുന്നില്ല. അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് കണ്ടീഷനെ കുറിച്ചാണോ പറയുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണോ വിടുന്നത് അതിനെ റിലേറ്റ് ചെയ്ത് നമ്മുടെ പാരഗ്രാഫ് കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ പേഷ്യൻറ്റിൻ്റെ കെയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതായത് ഒരു അർജൻ്റ് ആയിട്ടുള്ളൊരു കാര്യം നമ്മൾ പറയുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറയുക. ഈ ലെറ്റർ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. മോസ്റ്റ് പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ആദ്യം പറഞ്ഞു തരാം, അതിനുശേഷം നിങ്ങൾക്ക് വേറെ രീതിയിൽ എങ്ങനെ എഴുതാമെന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്കപ്പോൾ നിങ്ങൾക്ക് ഏത് ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതായിട്ടാണ് തോന്നുന്നത്? ഏത് ഡേറ്റിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം?
10 വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ, 13 വെച്ച് സ്റ്റാർട്ട് ചെയ്യണോ? യെസ്, 13 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം നമ്മളെ ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് വിടുന്ന പേഷ്യൻ്റ് ആണ്. സോ ആസ് സൂൺ ആസ് പോസിബിൾ ഷീ നീഡ്സ് കെയർ. ദാറ്റ്സ് വൈ. സോ നമ്മൾ 13/9/2014 നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ഫോർ സസ്പെക്റ്റഡ് ന്യൂമോണിയ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് അവിടെ തുടങ്ങാം. എങ്ങനെ തുടങ്ങാം? ഇവിടെ പേഷ്യൻ്റ് ആദ്യമായിട്ട് ഫെസിലിറ്റിയിലേക്ക് വന്നതല്ല, 2 വിസിറ്റിന് ശേഷം അല്ലേ മൂന്നാമത് വന്നിരിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. നമ്മൾ നോക്കുക, പ്രീവിയസ് വിസിറ്റിൽ സ്കെഡ്യൂൾഡ് വിസിറ്റും എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് നോക്കുക. അപ്പം നമ്മൾ നോക്കുമ്പോൾ തന്നെ അറിയാം എന്താ 12/9/2014 നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്കെഡ്യൂൾഡ് വിസിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പേഷ്യൻ്റെ കണ്ടീഷൻ വേഴ്സൺ ആയതനുസരിച്ച് പേഷ്യൻ്റ് വന്നിരിക്കുന്നതാണ്. സോ നമുക്ക് എങ്ങനെ പറയാം? ഇൻട്രൊഡക്ഷൻ: മിസ് മക്കോൺവില്ലെ റിട്ടേൺ ടു ഫെസിലിറ്റി അല്ലേ, അങ്ങനെ തുടങ്ങാം നമുക്ക്. മിസ് മക്കോൺവില്ലെ എപ്പോഴും 13/9/2014 അത് നമ്മൾ ടുഡേസ് ഡേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ടൈമിൽ വീണ്ടും ആ ഒരു ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ടുഡേ എന്ന് വെച്ച് തുടങ്ങുന്നത് തന്നെയായിരിക്കും. ടുഡേ മിസ് മക്കോൺവില്ലെ റിട്ടേൺ ടു ഫെസിലിറ്റി വിത്ത് എന്ത് കാരണം കൊണ്ടാണ് വന്നത്? എന്ത് കാരണം കൊണ്ടാണ്? പുതുതായിട്ടുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ് കൊണ്ടാണോ? അല്ല, ഉണ്ടായിരുന്ന കണ്ടീഷൻ വേഴ്സണായിട്ട് അല്ലേ. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ടുഡേ മിസ് മക്കോൺവില്ലെ റിട്ടേൺ ടു ഫെസിലിറ്റി വിത്ത് വേഴ്സൺഡ് ആസ്മ സിംറ്റംസ്. വന്നത് ന്യൂമോണിയമായിട്ടല്ല, ഉണ്ടായിരുന്ന ആസ്മയുടെ സിംറ്റംസ് വേഴ്സണായിട്ടാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം എങ്ങനെ? ടുഡേ ഷീ റിട്ടേൺ ടു ഫെസിലിറ്റി വിത്ത് വേഴ്സൺഡ് ആസ്മ സിംറ്റംസ് ഡിസ്പൈറ്റ് ഷീ ഈസ് ഓൺ പ്രെഡ്നിസോളൻ ആൻഡ് ആൻറ്റിബയോട്ടിക്സ്. അതിൻ്റെ മീനിങ് എന്താ? അതായത് പേഷ്യൻ്റ് ആൻറ്റിബയോട്ടിക്സും പ്രെഡ്നിസോളനും എടുക്കുന്നുണ്ടെങ്കിൽ പോലും പേഷ്യൻ്റെ സിംറ്റംസ് വേഴ്സണായിട്ടാണ് പേഷ്യൻ്റ് നമ്മുടെ ഫെസിലിറ്റിയിലേക്ക് വന്നതെന്നുള്ള കാര്യം. ഇനി അത് നമുക്ക് എങ്ങനെയാണ്? നമുക്കൊരു എവിഡൻസ് കൊടുക്കണം അല്ലേ, അവർക്ക് അതെങ്ങനെയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തതെന്നുള്ളൊരു കാര്യം. നമുക്കൊരു ആസ് എവിഡൻസ്ഡ് ബൈ she has shortness of breath at rest, respiratory rate is 25 and has obvious accessory muscle use with increased work of breathing. She has also widespread wheeze with an bibracal crepitation. നമ്മുടെ വൈറ്റൽ സയൻസ് കാണിക്കാം നമുക്ക്. ടെമ്പറേച്ചർ പറയാം, പൾസ്. ഹെർ വൈറ്റൽ സയൻസ് റിവീൽഡ് അല്ലെങ്കിൽ ഹെർ വൈറ്റൽ പാരാമീറ്റേഴ്സ് ഷോസ് pulse is 112, blood pressure is 100/65 mmHg and temperature is 37.7. അപ്പോൾ നമ്മളിതെല്ലാം സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് പറഞ്ഞ് ഇന്നത്തെ ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ളൊരു വാല്യൂ ആയത് കാരണം. അപ്പോൾ അത് നമുക്ക് അങ്ങനെ മെൻഷൻ ചെയ്ത് പോവാം. ദെൻ നമുക്ക് എങ്ങനെ പറയാം? ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ നമ്മൾ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, ഷീ ഈസ് സസ്പെക്റ്റഡ് വിത്ത് ന്യൂമോണിയ. അതുകൊണ്ട് വീണ്ടും നമ്മൾ അതെടുത്ത് പറയേണ്ട ആവശ്യം ഇവിടെ ഇല്ല. നെക്സ്റ്റ് നമുക്ക് എന്ത് പറയാം? വാട്ട് വി ഹാവ് ഗീവൺ ഹിയർ ഫോർ പേഷ്യൻസ് വേഴ്സൺ കണ്ടീഷൻ. എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് കൊടുത്തത്? therefore she was given Benadryl nebules 5 mg and after 15 minutes she was reviewed and noted that she has no improvement as manifested by still obvious respiratory distress. That's about first paragraph. ഒന്നുകൂടി ഞാൻ പറയാം. ഇതിൽ നമ്മൾ കാണാപ്പാടെ എഴുതിയെടുക്കേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ മനസ്സിലാക്കി പോകും എന്താ അവിടെ നടന്നത്. ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു പേഷ്യൻറ്റിന് നമ്മൾ എമർജൻസി അഡ്മിഷൻ വേണം ബിക്കോസ് പേഷ്യൻറ്റ് നീഡ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ സസ്പെക്റ്റഡ് ന്യൂമോണിയ. ദാറ്റ്സ് വൈ വി ആർ റൈറ്റിംഗ് ദ ഫസ്റ്റ് പാരഗ്രാഫ് വാട്ട് ഹാപ്പൻ റീസെൻ്റ്ലി. അവിടെ എന്താ നടന്നത്? പേഷ്യൻറ്റ് റിട്ടേൺ ടു ഫെസിലിറ്റി വിത്ത് വേഴ്സൺ കണ്ടീഷൻ ഓഫ് അക്യൂട്ട് ആസ്മ as evidenced by more shortness of breath despite she is on prednisolone and antibiotics. As evidenced by അല്ലെങ്കിൽ നെക്സ്റ്റ് സെൻറ്റൻസ് ആയിട്ട് നമുക്ക് എഴുതാം. when she was examined she has shortness of breath at rest, respiratory rate is 25 and obvious accessory and she was noted with obvious accessory muscle use. She has also increased work of breathing with a widespread she has widespread wheezing with a bibracal crepitations. പിന്നെ നമ്മൾ കൊടുത്ത മാനേജ്മെൻറ്റ് അക്കോർഡിംഗ്ലി അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഷി വാസ് ഗീവൺ
Ventolin nebules 5 mg, and after 15 minutes she was reviewed but has no improvement because still അപ്പോഴും പേഷ്യൻറ്റിന് എന്തുണ്ട്, ഒബ്വിയസ് റെസ്പിറേറ്ററി ഡിസ്ട്രെസ് ഉണ്ട്. ആ ഒരു കാര്യം നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ ആ ഒരു റീഡറിന് മനസ്സിലായി ഈ കുട്ടി എഴുതിയിരിക്കുന്നത് ന്യൂമോണിയയെ കുറിച്ചാണ്. പേഷ്യൻ്റ് വന്നിരിക്കുന്ന സസ്പെക്റ്റഡ് ന്യൂമോണിയാണ് പേഷ്യൻ്റെ കണ്ടീഷൻ. അതിൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് നെക്സ്റ്റ് പാരഗ്രാഫിലേക്കാണ്. നിങ്ങൾ പാരഗ്രാഫ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രമാത്രം ക്ലാരിറ്റിയോട് കൊടുക്കാമോ സിമ്പിൾ ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്ത് പറഞ്ഞാൽ മതി. ഒരുപാട് കണക്റ്റീവ്സ് കയറ്റി അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഒരുപാട് കണക്റ്റീവ്സിൻ്റെ യൂസ് കൊണ്ടുവന്ന് അങ്ങനെയൊന്നും നമ്മൾ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ആവശ്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തൊന്നും പറയേണ്ട ആവശ്യമില്ല. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു പാസ്റ്റ് ഹിസ്റ്ററി പേഷ്യൻറ്റിന് പറയുന്നുണ്ട് ആസ്മയുണ്ട്. ഇവിടെ നമ്മൾ ആദ്യം ആസ്മയുടെ കാര്യം ഒന്നുകിൽ നിങ്ങൾക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പാരഗ്രാഫിൽ ഷീ റിട്ടേൺ ടു വേഴ്സ് ആൻഡ് ആസ്മ സിംറ്റംസ് എന്ന് പറയുന്നിടത്ത് ആ സിംറ്റംസ് എല്ലാം പറഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഷീ ഹാസ് ഓൾസോ ഹിസ്റ്ററി ഓഫ് ആസ്മ സിൻസ് ഇത്ര നാളും ഒരു വർഷം ഉണ്ടെങ്കിൽ അങ്ങനെ പറയാം. അത് പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പിന്നത്തെ പാരഗ്രാഫിൽ പറഞ്ഞാലും മതി. അത് ഡിപ്പെൻഡഡ് ആണ്, അത് മനസ്സിലാക്കിയെടുക്കുക. കാരണം ആസ്മയെക്കുറിച്ച് വേഴ്സ് ആൻഡ് ആസ്മ എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ she returned with worse and asthma symptoms despite she is on this medications. She has also history for the same and is on medications. അങ്ങനെ വേണമെങ്കിൽ പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിലേക്ക് നമ്മൾ കൊണ്ടുപോവാം. നെക്സ്റ്റ് പാരഗ്രാഫ് തുടങ്ങുമ്പോൾ എങ്ങനെയാണ്, പാസ്റ്റ് ഹിസ്റ്ററിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണോ എന്ന് നോക്കുക. ഇറ്റ് ഈസ് ബെറ്റർ ഓൾവേസ് മെൻഷൻ ദിസ് പാസ്റ്റ് ഹിസ്റ്ററി ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ബട്ട് നോ നീഡ് ടു എക്സ്പ്ലെയിൻ ഓൾ തിങ്സ്. നമുക്കെല്ലാം റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏതാണെന്ന് മാത്രം നോട്ട് ചെയ്താൽ മതി. ഇപ്പോൾ ഒരു സസ്പെക്റ്റഡ് ന്യൂമോണിയയ്ക്ക് വേണ്ടിയിട്ട് വിടുന്ന പേഷ്യൻറ്റിന് ആംഗിൾ ഫ്രാക്ചറിനെ കുറിച്ചോ കോളിസിസ്റ്റക്ടമിയെ കുറിച്ചോ ഡിപ്രഷനെ കുറിച്ചോ ആസ്മയെക്കുറിച്ചോ ഹൈപ്പർ ടെൻഷനെ കുറിച്ചോ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ റെലവൻ്റ് ആണോ എന്ന് നോക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ ആസ്മ. കാരണം ആസ്മ നമുക്ക് പറയണം. എന്തുകൊണ്ടാണ്? പേഷ്യൻ്റ് ഹാസ് ദാറ്റ് ഹിസ്റ്ററി അല്ലേ, ആ ഒരു ഹിസ്റ്ററി ഉണ്ട്. അതുകൊണ്ട് ആ ഒരു സിംറ്റംസ് വേഴ്സണായിട്ടാണ് ഇപ്പോൾ പേഷ്യൻ്റ് നമ്മുടെ ഇനിഷ്യൽ വിസിറ്റിൽ വന്നത്. ദെൻ അബൌട്ട് ഹൈപ്പർ ടെൻഷൻ, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അപ്പോൾ അതും നമ്മൾ അവരോട് മെൻഷൻ ചെയ്യണം. ദെൻ കോളിസിസ്റ്റക്ടമി, ഇപ്പോൾ പേഷ്യൻറ്റിനുള്ള കണ്ടീഷനാണോ? അല്ല, ഹിസ്റ്ററി ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. കണ്ടിന്യൂസ് ആയിട്ട് പേഷ്യൻ്റ് അത് സഫർ ചെയ്യുന്നത് പറയുന്നില്ല. ആംഗിൾ ഫ്രാക്ചറും പണ്ടുണ്ടായിരുന്നു. ആ ആംഗിൾ ഫ്രാക്ചർ ആൻഡ് കോളിസിസ്റ്റക്ടമി ഇപ്പോൾ അതിൻ്റെ എന്തെങ്കിലും വേഴ്സണിങ് അവസ്ഥകളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ മെഡിക്കേഷൻസോ പേഷ്യൻ്റ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. അതൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടെ മാറ്റിവെക്കാം. ദെൻ അബൌട്ട് ഡിപ്രഷൻ ഒരു സൈക്കിക് കണ്ടീഷനാണ്. സോ അത് ഇറ്റ് ഈസ് ബെറ്റർ നമ്മളത് മെൻഷൻ ചെയ്യുന്നത്. ബിക്കോസ് പേഷ്യൻ്റ് ഈസ് ഓൺ മെഡിക്കേഷൻ, പരോക്സിറ്റിൻ എടുക്കുന്നുണ്ട് പേഷ്യൻ്റ്. അതുകൊണ്ട് അപ്പോൾ ചിലർ ചോദിച്ചൊരു കാര്യം, ഈ മെഡിക്കേഷൻസ് എല്ലാം നമ്മൾ അറിയണോ? കുറച്ച് നമുക്ക് മെഡിക്കൽ നോളജ് ഉള്ളൊരു കാര്യം നല്ലതാണ്. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം. സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോയി നമ്മുടെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ദെൻ ഫസ്റ്റ് പാരഗ്രാഫ്, നെക്സ്റ്റ് സെക്കൻഡ് പാരഗ്രാഫ്. സെക്കൻഡ് പാരഗ്രാഫിൽ നമുക്ക് എങ്ങനെ തുടങ്ങാം? നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം തേർഡ് പാരഗ്രാഫിൽ വരുമ്പോൾ കുറച്ചുകൂടെ സെമി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ അതിൽ മെൻഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. മിസ് മക്കൂൺവില്ലെ ഹാസ് ഹിസ്റ്ററി ഓഫ് ആസ്മ, ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഡിപ്രഷൻ ഫോർ വിച്ച് ഈസ് ഓൺ റാമിപ്രിൽ 2.5 mg, paroxetine 20 mg daily and fluticasone 2 puff daily with Ventolin. അവിടെ വെൻഡോളിൻ എന്നും പറഞ്ഞാലും മതി, കാരണം ഇപ്പോൾ ഫ്രീക്വൻസിയൊക്കെ നമ്മൾ ചേഞ്ച് ചെയ്തായിരുന്നു. അതുകൊണ്ട് അല്ലെങ്കിൽ വെൻഡോളിൻ ഈ ഫ്രീക്വയുടെ അവിടെ കൊടുത്തിട്ട് പിന്നെ പറഞ്ഞാലും മതി. അത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. മിസ് മക്കൂൺവില്ലെ, അല്ലെങ്കിൽ അതിന് മുന്നേ നമ്മൾ പറയേണ്ടത് എപ്പോഴാണ്? നമ്മൾ പേഷ്യൻ്റ് നമ്മുടെ ഫെസിലിറ്റിയിൽ വന്നപ്പോഴല്ലേ കണ്ടേ. അപ്പോൾ നമുക്ക് എങ്ങനെ തുടങ്ങാം? ഇനിഷ്യലി മിസ് മക്കൂൺവില്ലെ പ്രസൻറ്റഡ് ടു അവർ ഫെസിലിറ്റി. ഈ അവർ എന്നുള്ളൊരു കാര്യം എല്ലായിടും മെൻഷൻ ചെയ്യണമെന്നില്ല, അത് വേണമെന്ന് തോന്നിയാൽ മാത്രം. മിസ് മക്കൂൺവില്ലെ ഇനിഷ്യലി പ്രസൻറ്റഡ് ടു ഫെസിലിറ്റി and reported that she has history of asthma, hypertension and depression for which is on
മെഡിക്കേഷൻസിൻ്റെ പേര് ഫോർവിച്ചേസോൺ റാമിപ്രിൽ 2.5 mg, പെരോക്സെറ്റിൻ 20 mg ആൻഡ് ഫ്ലൂട്ടിക്കസോൺ 250 ട്യൂബ് ഡെയിലി വിത്ത് വെൻഡോളിനി ഫ്രീക്വൻ. അലർജി ഇല്ലെന്നാ പറഞ്ഞു, ഇല്ലാത്തൊരു കാര്യം വീണ്ടും എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ദെൻ ആദ്യം എന്ത് സിംറ്റംസ് ആ പേഷ്യൻ്റ് അവിടെ നമ്മളോട് മെൻഷൻ ചെയ്തേന്. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാവർക്കും അറിയാം നമ്മുടെ OET റൈറ്റിംഗ് 180 to 200 വേർഡ്സാണ് നമ്മൾ പറയുന്നത് അല്ലേ. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് മെൻഷൻ ചെയ്യാൻ പറ്റത്തില്ല, ഈച്ച് ആൻഡ് എവരി പോയിന്റ്. അപ്പോൾ കൺസൈസ് ചെയ്യുന്നത് നമ്മൾ എവിടെയാണ്, ഇതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസേഷൻ ശരിയായാൽ നമുക്ക് കൺസൈസ് ചെയ്യാൻ പറ്റും നല്ലതുപോലെ നമ്മുടെ ലെറ്ററിൽ. ഓൾറെഡി നമ്മളിപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള കണ്ടീഷനും അതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസും കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെയും കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് ഒരുപാടുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ വി ക്യാൻ കൺസൈസ് ദിസ് ലെറ്റർ. എങ്ങനെ കൺസൈസ് ചെയ്യാം? ഇനിഷ്യലി വിസിറ്റ് ചെയ്തത് ഇന്ന ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ദെൻ ദ മെയിൻ റീസൺ വാട്ട് she suffered, അല്ലെങ്കിൽ she has experienced the 2 days history of runny nose, cough productive of yellow sputum, slight fever with wheezing. എല്ലാവരും എഴുതി തുടങ്ങുന്നത് ഈ ഒരു രീതിയിലായിരിക്കും, പക്ഷെ അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യണമെന്നൊരു കാര്യമില്ല. നമുക്ക് എങ്ങനെ പറയാം? Initially she presented on 10/9/2014 and reported that she has history of asthma as well as hypertension, depression എല്ലാം she has experienced എന്താ suggestive symptoms of, കാരണം അസസ്മെൻ്റാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, വൈറൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും കൺഫേംഡ് ആകാത്തൊരു ഡയഗ്നോസിസിനെ കുറിച്ച് അവിടെ ഷീ വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്ന് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് പറയാം ഷീ വാസ് ഷീ പ്രസൻറ്റഡ് ടു ഫെസിലിറ്റി വിത്ത് സജസ്റ്റീവ് സിംറ്റംസ് ഓഫ് വൈറൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ. നിങ്ങൾക്ക് അവിടെ ലെറ്റർ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് വേർഡ് കൗണ്ട് 200 മീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സിംറ്റംസ് അവിടെ മെൻഷൻ ചെയ്യാം. അതായത് വിത്ത് 2 days ഹിസ്റ്ററി ഓഫ് റണ്ണി നോസ്, പ്രൊഡക്റ്റീവ് കഫ് വിത്ത് യെല്ലോ സ്പ്യൂട്ടം ആൻഡ് സ്ലൈറ്റ് ഫീവർ. എന്നിട്ട് എന്താ, നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ മാനേജ്മെൻറ്റിലേക്ക് പോവാം. ആസ് എ റിസൾട്ട് ഷി വാസ് സജസ്റ്റഡ് ടു increase her frequency of Vendolin tube 4th hourly with a continued preventer. അതായത് പേഷ്യൻറ്റിനോട് വെൻഡോളിൻ 2 പഫ് ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു. നേരത്തെ ഈ ഫ്രീക്യോട് പറഞ്ഞ മെഡിക്കേഷൻ ഇവിടെ ഇൻക്രീസ് ചെയ്യാൻ പറഞ്ഞു ഫ്രീക്വൻസി അല്ലേ. ഇൻക്രീസ് ഫ്രീക്വൻസി ഓഫ് വെൻഡോളിൻ 2 പഫ് 4th hourly വിത്ത് കണ്ടിന്യൂ പ്രിവെൻറ്റർ. അത് മതി. അടുത്ത നെക്സ്റ്റ് സെൻറ്റൻസ് നമുക്ക് എങ്ങനെ പറയാം? ഹൗവർ ഷീ ഹാസ് നോ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹെർ കണ്ടീഷൻ. എന്തുകൊണ്ടാണ് ഷീ ഹാസ് നോ ഇംപ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞത്? സ്റ്റിൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനിൽ നമുക്ക് ഒരു ഇംപ്രൂവ്മെൻറ്റും ഇല്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം ഷീ ഹാസ് നോ സ്റ്റിൽ ഹൗവർ ഷീ ഹാസ് നോ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹെർ കണ്ടീഷൻ. ദെയർഫോർ എന്താ ഷീ റീവിസിറ്റഡ് ആഫ്റ്റർ 2 days ആൻഡ് റിപ്പോർട്ടഡ് അല്ലെങ്കിൽ വെർബലൈസ്ഡ് പറയും. കാരണം പേഷ്യൻ്റ് പറഞ്ഞ ഹിസ്റ്ററി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സ്റ്റേറ്റ്മെൻറ്റ് ഫോമിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഷീ വെർബലൈസ്ഡ് ദാറ്റ് ഷീ ഹാസ് മോർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വെൻ ഷീ വാസ് അസസ്ഡ്. അവിടെ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ഷീ വെർബലൈസ്ഡ് ദാറ്റ് ഷീ ഹാസ് മോർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വിത്ത് പ്രീവിയസ് സിംറ്റംസ്. നമ്മൾ ആദ്യം 10/9/2014 ഹിസ്റ്ററിയിൽ സിംറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ പറയാം ഷീ റിട്ടേൺ ടു ഫെസിലിറ്റി. ഹവർ ഷീ ഹാസ് നോ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഹെർ കണ്ടീഷൻ ആസ് എവിഡൻസ്ഡ് ബൈ, അല്ലെങ്കിൽ ഷീ വെർബലൈസ്ഡ് ദാറ്റ് ഷീ ഹാസ് മോർ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് വിത്ത് പ്രീവിയസ് സിംറ്റംസ്. അപ്പോൾ അതിൽ നിന്ന് മീനിങ് ഫുള്ളാണ്. പേഷ്യൻറ്റിന് എന്താ മുമ്പേ ഉണ്ടായിരുന്ന സിംറ്റംസുമായിട്ട് ഇപ്പോൾ എന്തില്ല, ആ സിംറ്റംസിൻ്റെ കൂടെ ഇപ്പോൾ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തും ഉണ്ട്, മറ്റേ സിംറ്റംസ് വേഴ്സണായിട്ടും ഉണ്ട്. ദെൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും അവിടെ ഒരു ഇൻഫെക്റ്റീവ് എക്സാസർബേഷൻ ഓഫ് ആസ്മ വീണ്ടും മെൻഷൻ ചെയ്യേണ്ട. കാരണം കറൻ്റ്ലി നമ്മൾ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴത്തെ കംപ്ലയിൻറ്റ് എന്താണെന്നുള്ളൊരു കാര്യം. അപ്പോൾ നമുക്കവിടെ എന്ത് പറയാം? അക്കോർഡിംഗ്ലി എന്ത് ചെയ്തു? ഷീ ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ അമോക്സിസിലിൻ 500 mg and prednisolone 25 mg for 3 days with previous management. Accordingly,
ഷീ ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ. കാരണം ഇപ്പോൾ പേഷ്യൻ്റെ മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല അല്ലേ. 12/9/2014 കൊടുത്തിട്ട് നെക്സ്റ്റ് ഡേയിൽ തന്നെ പേഷ്യൻ്റ് വീണ്ടും പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളവിടെ ഷീ വാസ് കമൻസ്ഡ് പറയാതിരുന്നത് അതുകൊണ്ടാണ്. ഷീ ഹാസ് ബീൻ കമൻസ്ഡ് ഓൺ amoxicillin 500 mg and prednisolone 25 mg for 3 days with continuation of previous management. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് റീഡറിന് വേണ്ട കാര്യങ്ങൾ റെലവൻ്റ് ഏതാ സെമി റെലവൻ്റ് ഏതാ എന്നുള്ളൊരു കാര്യം നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ വി ക്യാൻ റൈറ്റ് ഇൻട്രൊഡക്ഷൻ. ഐ ആം റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു റെഫർ മിസ് മക്കൂൺവില്ലെ ഫോർ അർജൻറ്റ് അഡ്മിഷൻ ടു പ്രൊവൈഡ് അല്ലെങ്കിൽ ടു പെർഫോം investigation and investigation and management due to she is suspected with pneumonia. Then we can go through the next. So first paragraph we can start. Miss Mcconville returned to facility today with worsened symptoms of asthma, worsened symptoms of acute asthma. We can write like that. Worsened symptoms of acute asthma. Despite she is on prednisolone and antibiotics. Then when she was examined, she was noted with shortness of breath at rest. അല്ലെങ്കിൽ ഡിസ്നിയ എന്നൊക്കെ നമുക്ക് പറയാം. ഒരു മെഡിക്കൽ പേഴ്സൺ ആണ് നമ്മൾ ലെറ്റർ എഴുതുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യാം. പക്ഷേ അതൊരു നോൺ മെഡിക്കൽ പേഴ്സൺ ആണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൽ നമുക്ക് മെഡിക്കൽ ടേംസ് യൂസ് ചെയ്യാം. ഡിസ്നിയ അറ്റ് റെസ്റ്റ് വിത്ത് റെസ്പിറേറ്ററി റേറ്റ് ഓഫ് 25 and obvious accessory muscle use. She has also widespread wheezing and bibasal crepitations. Her vital parameters show in the pulse 112, temperature 37.7 and blood pressure of 100/65 mmHg. She was given Bendolin Nebule 5 mg but has no improvement as evidenced by still obvious respiratory distress. Then next paragraph, Miss Mcconville initially presented to facility on 10/9/2014 with suggestive symptoms of viral upper respiratory tract infection and stated that she has history of asthma, hypertension and depression, for which is on medications include Ramipral 2.5 mg, paroxetine 20 mg and fluticasone 250 2 puff daily with Vendolin 2 puff if required. When she was examined, she was noted with എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ടെമ്പറേച്ചർ 37 അത് മെൻഷൻ ചെയ്യാം നമുക്ക്. 37.5. Then obvious nasal congestion, red throat. അബ്നോർമൽ ആയിട്ടുള്ള ഫൈൻഡിങ്സ് മാത്രം പറയുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മുടെ വെയിറ്റ് കൗണ്ട് കുറയ്ക്കുകയും ലെറ്ററിൻ്റെ ക്ലാരിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അങ്ങനെ അത് നമ്മൾ പറഞ്ഞു. ദെൻ ആസ് എ റിസൾട്ട് അല്ലെങ്കിൽ അക്കോർഡിംഗ്ലി അല്ലെങ്കിൽ ആസ് എ പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഷി വാസ് സജസ്റ്റഡ് ടു ഇൻക്രീസ് ഫ്രീക്വൻസി ഓഫ് Vendolin 2 puff 4th hourly and continue her preventer. Then നമ്മൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്ത കാര്യങ്ങളോ റിവ്യൂ അത് പറയേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിവ്യൂ പറയാം. അഡീഷണലി ഷി വാസ് റെക്കമെൻഡഡ് ടു റിവ്യൂ ആസ് റിക്വയർഡ്. ദെൻ ആ ഒരു പാരഗ്രാഫിൽ തന്നെ നമുക്ക് പറയാം. കാരണം ഒരുപാട് പോയിന്റ്സ് ഒന്നും ആയിട്ടില്ല അതില്ല. അപ്പോൾ നമുക്ക് അവിടെ പറയാം. However, she has no improvement in her condition and returned after 2 days with a worsened condition with previous worsened symptoms and more shortness of breath. So the second paragraph I will tell once more. We can write what? Initially on 10/9/2014 she presented to facility with the suggestive symptoms of viral upper respiratory tract infection, and she stated that she has history of asthma, hypertension and depression, for which she is on അല്ലെങ്കിൽ she is receiving ഏതൊക്കെ മെഡിക്കേഷൻ? Ramipral 2.5 mg, then paroxetine 20 mg daily with
fluticasone and Vendolin if required. Then you can tell what management we have given. As a part of management, she was given, otherwise we can write she was suggested to increase her frequency of Vendolin 4th hourly with the continuation of Preventer. But what happened? Patient has no improvement in her condition. So we can write as a result, after 2 days she returned to facility with worsened previous symptoms and shortness of breath. Accordingly, otherwise as a result, she was examined and has been commenced on amoxicillin 500 mg and prednisolone 25 mg for 3 days. That's about second paragraph. So next നമ്മുടെ recommendation paragraphിലേക്കാണ് പോകുന്നത്. അതിൽ ഒരുപാട് പാരാഫ്രേസ് ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്പിളായിട്ട് കൊടുക്കുക. In view of the above, it would be greatly appreciated if you could perform your expertise assessment to reach a definitive diagnosis and provide management accordingly. So that's about this letter. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കാം. Okay, so I hope all of you understand this letter. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു റൈറ്റിംഗ് എക്സസൈസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ ഇത് നമ്മുടെ യൂട്യൂബ് പേജിലും ഫേസ്ബുക്കിലും നമ്മൾ അപ്ലോഡ് ചെയ്യും, അവിടെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. സോ ഐ വിൽ ഷെയർ ദാറ്റ് റൈറ്റിംഗ് എക്സസൈസ്. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.